എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വെള്ളിയാഴ്ച വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം രാവിലെ തൊട്ടേ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഇടാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ജലദോഷവും തൊണ്ടവേദനയൊക്കെ കാരണം രാവിലെ എഴുന്നേക്കാനും ഒക്കെ ഞാൻ വൈകിട്ടോ. പിന്നെ മോന് നേരത്തെ പോകാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം എടുക്കാനും വേഗം അതാണ് നല്ലത്. കാരണം എനിക്ക് രാവിലെ സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ മോൻ, ഞാൻ പറഞ്ഞല്ലോ രാവിലെ എഴുന്നേക്കാൻ വൈകിയോണ്ട് മോൻ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആണ് കേട്ടോ കൊണ്ടുപോയത്. ചോറ് കൊടുത്തില്ല. അപ്പോൾ വൈകുന്നേരം അവൻ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഭക്ഷണം വേണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് എന്തായാലും വെച്ചതേ പൊന്നി അരിയേണ്ട ചോറ്. അപ്പോൾ ചെറിയ മണി പോലെ അരിയാണല്ലോ, ചെറിയ മണി അരിയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അവൻ എന്ത് ചെയ്യുക, വൈകുന്നേരം വരുമ്പോഴേക്കും ബിരിയാണി പോലെ ആക്കി കൊടുക്കുക. എന്നാൽ ആ ചോറ് അവൻ കഴിക്കുകയും ചെയ്യും, അവന് കുറച്ച് പച്ചക്കറിയൊക്കെ വയറ്റിലെത്തും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഉള്ളിയും ക്യാരറ്റൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്, അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഗ്രീൻ പീസും എന്ത് ചെയ്തിട്ടുണ്ട്, പുതിന വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് ഗ്രീൻ പീസ് അവിടെ കിടന്ന് വേവുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ കുറച്ച് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തത്. വേണേൽ നെയ്യ് ചേർക്കാം, ഞാൻ പക്ഷേ വെളിച്ചെണ്ണയാണ് എടുത്തത്. പിന്നെ അതിൽ അത് ചൂടായി വന്നപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ അതിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ അതൊന്ന് ചൂടായപ്പോൾ പിന്നെ ഈ ക്യാരറ്റും ഉള്ളിയും ഒക്കെ ഞാൻ അതിലേക്ക് ഇട്ടാണ് കേട്ടോ. പക്ഷെ ക്യാരറ്റും ഉള്ളിയൊക്കെ ഞാൻ വലുതായിട്ടല്ല കൊത്തി അരിഞ്ഞത്. കാരണം കുറച്ച് വലിയ കഷ്ണമാണെങ്കിൽ ഇവ മാറ്റി വെക്കും. മറ്റേ കൊത്തി അരിഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ അതെന്താവും, അത് വയറ്റിലെത്തിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്. കുട്ടികളെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ നല്ല വിശപ്പിലായിരിക്കുമല്ലോ കുട്ടികൾ വരിക. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കുമല്ലോ. ഉച്ചയ്ക്ക് ഈ കൊണ്ടുപോകുന്ന ചെറിയ കുറച്ച് ഭക്ഷണമല്ലേ അവർ കഴിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ചോറുണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോറ് ഇങ്ങനെ ചെയ്യുന്നത് അരി കൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പലഹാരമൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുക. എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ വരുന്നത്. തൊണ്ട ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ പച്ചക്കറിയിലേക്ക് വഴറ്റാനിട്ട് ക്യാരറ്റിലേക്കും ഉള്ളിയിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ചോറിൽ ഉപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഉപ്പ് തന്നെയാണ് ചോറിലേക്ക് വരിക. പിന്നെ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ അതിലും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു മുളക് പൊടി, ഒരുപാടൊന്നും ഇട്ടില്ല, എരിവ് അധികമായാലും ബുദ്ധിമുട്ടല്ല, അതുകൊണ്ട് ചെറിയൊരളവിൽ മുളക് പൊടി ഇട്ടു. പിന്നെ അതേപോലെ ഒരു കളറ് മാറ്റത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ അവന് ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ ഗീ റൈസൊക്കെ ഉണ്ടാക്കാൻ ഒരു വെള്ള കളറല്ലേ. പക്ഷേ ഇവന് ഇഷ്ടം എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ മഞ്ഞ കളറൊക്കെ ഉള്ള അങ്ങനത്തെ ബിരിയാണിയാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടു കേട്ടോ. അതിനുശേഷം അതൊന്ന് നല്ലോണം പിന്നെ കുറച്ച് ഞാൻ ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. അത് വഴറ്റി കൊടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത്, ഗ്രീൻ പീസ് അതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായി, ഇതൊക്കെ ആയാൽ തന്നെ അവന് പിന്നെ മോൻ എങ്ങനെയാ വെച്ചാൽ കുറച്ച് മസാല ഇട്ടാൽ തന്നെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഭക്ഷണം. ഇനി എന്ത് ഒരു കറി വെക്കുകയാണെങ്കിൽ കടലയായാലും ശരി, അതിൽ മസാലേൻ്റെ ടേസ്റ്റ് ഉണ്ട്, അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ കഴിച്ചോളത്. അപ്പോൾ ഞാൻ അധികം അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക, ഓരോന്നോരോന്ന് അവൻ ഉണ്ടാക്കുക. അതേപോലെ കടല നമ്മൾ മസാലയൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ അവൻ നല്ലോണം കഴിക്കും, അവന് ഇഷ്ടമാണ്. അപ്പം അതേപോലെ തന്നെയാണ് ഇതാകുമ്പോൾ അവൻ കഴിച്ചോളെന്ന് ഉറപ്പാണ്. അപ്പോൾ ചോറ് കൊടുത്താൽ കഴിക്കില്ല, പപ്പടം വേണം അല്ലെങ്കിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുക. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ല, അങ്ങനെ സുഖമായിട്ട് കഴിച്ചോളൂ അവൻ. അപ്പോൾ അതൊക്കെ ഇട്ട് അതൊന്നും കൂടെ വഴറ്റിയ ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, കുറച്ച് നേരം കൂടി ഒന്ന് നല്ലോണം ഒന്ന് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി ഒന്ന് നല്ലോണം എല്ലാ ഭാഗത്തേക്കും ആ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം എന്ത് ചെയ്യും, ഒന്ന് അടച്ചു വെക്കുക. അപ്പോഴേക്കും എന്തായി, ആ ചോറ്, അപ്പോൾ വിനുവിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ബിരിയാണി റെഡിയായി കേട്ടോ. കുട്ടികളെ പറ്റിക്കാനും എളുപ്പമാട്ടോ, പറ്റിക്കാൻ എളുപ്പമാണ്. അവർക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, കുട്ടികൾക്ക് ടേസ്റ്റ് നല്ലോണം അറിയാം. വലിയ ആൾക്കാരെക്കാട്ടും ടേസ്റ്റ് അറിയാം കുട്ടികൾക്ക്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾ ഭക്ഷണവും കഴിക്കും. ഇതിന് നല്ല ടേസ്റ്റാണ്, അവന് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇത് കുറുവരി കൊണ്ടൊന്നും ചെയ്താൽ ശരിയാവില്ല കേട്ടോ. ഈ പൊന്നി അരിയില്ലേ, ചെറിയ അരിയല്ലേ, അതുകൊണ്ട് ചെയ്താലാണ് കുറച്ചുകൂടെ ഒരു രസം. കുറുവ കൊണ്ട് ചെയ്യുമ്പോൾ അത്ര ഒരു രസം എനിക്ക് തോന്നാറില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം ഇളക്കി അതങ്ങോട്ട് റെഡിയായി. ഇനിയിപ്പോൾ പറഞ്ഞ നമുക്കായാലും സുഖമാക്കും, കറിയെല്ലാം വെക്കാൻ മടിയുള്ള ദിവസം വേണമെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ നമുക്ക് കഴിക്കാമല്ലോ. കുറച്ച് പച്ചക്കറിയൊക്കെ അധികം ഇട്ടാൽ മതി എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ പാത്രം അവിടെ കഴുകി വെച്ചിട്ടോ. അപ്പോൾ തന്നെ അതിന് ശേഷമാണ് മോനെ കൂട്ടാൻ പോയത്.
അവൻ വരും. പക്ഷേ ഈ നായക്കളൊക്കെ ഉള്ളതുകൊണ്ടേ അവനോട് ഒറ്റയ്ക്ക് വരാൻ പറയാം, എനിക്കൊരു പേടിയാണ് നായറ്റം കടിച്ചാലോ, അതുകൊണ്ട് ഞാൻ കൂട്ടി വരും. പിന്നെ അവൻ വന്നു കേട്ടോ. അവൻ വന്ന് പിന്നെ കൈയും കാലും മുഖമൊക്കെ കഴുകി. ഇപ്പോൾ കുളിക്കില്ല പറഞ്ഞപ്പോൾ സാധാരണ മേലും ഒഴുകട്ടെ, എന്നിപ്പോൾ പറഞ്ഞ് കൈയും കാലും കഴുകട്ടമ്മേ കളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ വെറുതെ വിശക്കുന്നില്ല എന്ന്. വിശക്കാഞ്ഞിട്ടല്ല, നല്ല വിശപ്പുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓന് കളിക്കണം. നല്ല മഴ വരുന്നുണ്ട്, മഴ വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് രസന തരുമോ വെച്ചു. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ ഞാൻ കൊടുക്കാറില്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ. അവിടെ കൊണ്ടയ്ക്കുന്നില്ല. പക്ഷെ ഇന്ന് പോകുമ്പോൾ എനിക്ക് രസന കളിക്കി തരും. അപ്പം ആയിക്കോട്ടെ. പിന്നെ അവൻ തന്നെ കലക്കിക്കോളൂ കേട്ടോ. അവൻ തന്നെ കലക്കി കുടിച്ചു. പിന്നെ വെള്ളമല്ലേ എങ്ങനെയും കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഭക്ഷണം അതാ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ പറഞ്ഞു ഇപ്പോൾ വേണ്ടെങ്കിൽ തീരെ വിശപ്പില്ലാന്ന്, കളിക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ. ക്രിക്കറ്റ് കളിക്കണം, മഴ പെയ്താൽ പിന്നെ 2 ദിവസമായി കളിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ കുറച്ച് നേരം ഞാൻ അവൻ്റെ കൂടെ കളിച്ചു കേട്ടോ. കളി കഴിഞ്ഞു. അവൻ തന്നെയാണ് ജയിച്ചത്. അവൻ ജയിച്ചില്ലെങ്കിൽ തന്നെ അവൻ എന്ത് ചെയ്യുമെന്നറിയോ, അങ്ങനെ ഒരു 36 ബോൾ എറിഞ്ഞു, 6 ഓവർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ ജയിച്ചു. ഡബിൾ സെഞ്ചുറി ഒക്കെ എടുത്തു കേട്ടോ ആള്. അപ്പം ചെറിയ സ്ഥലം, അപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്നാകുമ്പോൾ 6ഉം 4ഉം ഒക്കെ വേഗം പറക്കും. പിന്നെ കുറച്ച് കള്ളക്കളിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സന്തോഷമാണ്. അവൻ ജയിച്ചു, അവന് ഡബിൾ സെഞ്ചുറി കിട്ടി എന്നുള്ള ഒരു സന്തോഷമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞപാട് ഇവൻ എന്ത് ചെയ്തു, വിശന്നു, നല്ല വിശപ്പ്. ഇവൻ ഓടിപ്പോയി ഭക്ഷണം കഴിക്കുക. ഞാൻ പറഞ്ഞില്ലേ നല്ല വിശപ്പുണ്ടെന്ന്. അപ്പോൾ അവൻ അവിടെ നിന്ന് കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ കപ്പയൊക്കെ ഒന്ന് മുറിച്ച് വെച്ചു കേട്ടോ. വൈകുന്നേരം കപ്പയോടെ ഒരു പുഴുക്കല്ല, വെറുതെ ഒരു കപ്പ പുഴുങ്ങിയ പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ തേങ്ങയും ചിരവി വെച്ചു കേട്ടോ, ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പോയി കുളിയെല്ലാം കഴിഞ്ഞു മേലൊക്കെ കഴുകി വന്നു. ഞാനും മോനൊക്കെ മേലൊക്കെ കഴുകി വിളക്കൊക്കെ കത്തിച്ചു. കുറച്ച് നേരം എന്ത് ചെയ്തു, അവിടെ നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. വിളക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന ശേഷം ഞാൻ വീണ്ടും എന്ത് ചെയ്തു, പിന്നെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അടുക്കളയിൽ വന്ന് ഞാൻ കപ്പ അടുപ്പത്തേക്ക് വെച്ചിട്ടോ. ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് അടുപ്പത്തേക്ക് വെച്ചു. കുക്കറിൽ 2 വിസിൽ വരുമ്പോഴേക്ക് കപ്പ വേവുമല്ലോ. പിന്നെ വറവിട്ടെടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് തേങ്ങ ചതച്ചിടുന്നൊന്നുമില്ല കേട്ടോ. ഇത് ചട്നിയാണ് കേട്ടോ, വെള്ളയപ്പവും ചട്നിയും കപ്പയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഒരു ചട്നി അരച്ചോ. അത് ഇതിനിടയിൽ മോനെ ഞാൻ കുറച്ച് പിസ്ത ഉണ്ടായിരുന്നു, അത് മുഴുവൻ കഴിച്ചിട്ട് അതിൻ്റെ ആ തോട് മൊത്തം അതിലിട്ടിട്ട് അവിടെ കൊണ്ടുവച്ചു. അവന് പുറത്ത് കളഞ്ഞാൽ മതി, പക്ഷെ അത് കളഞ്ഞില്ല. അത് എൻ്റെ അടുത്ത് അവിടെ കൊണ്ടുവച്ചു വന്നു കേട്ടോ. അങ്ങനെ ചട്നിയായി. ചട്നി ഇനിയിപ്പോൾ വറവിടണം. ചട്നിക്ക് ഒരു വറവിട്ട് കഴിഞ്ഞാൽ ചട്നിയായി. കപ്പ അവിടെ നിന്ന് വിസിൽ വന്ന് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അതും ഏകദേശം വെന്തിട്ടുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഇതിന് വറവിടാണ് കേട്ടോ. കാര്യമായിട്ടൊന്നും വറവിടുന്നില്ല, ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും പിന്നെ അത് ഉപ്പ് എന്ന് പറയുന്നത് കടുകും മുളകും ഇട്ടിട്ട് അത് വറവിട്ട് വെച്ചു. അപ്പോൾ അതിന് ചട്നി ആയല്ലോ. ജലദോഷമായിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച കപ്പയ്ക്കൊന്ന് വറവിടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പയ്ക്ക് ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ, കടുക്, പിന്നെ കുറച്ച് ഉഴുന്ന്, മുളക്, പിന്നെ നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ച ഇതുണ്ടായിരുന്നില്ലേ ഉള്ളി, അപ്പോൾ ഉള്ളി കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്ത് ചെയ്യാം, ഈ കപ്പയ്ക്ക് അങ്ങോട്ട് വഴറ്റിയിട്ടിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം കൂടെ ഇട്ടിട്ട് കപ്പയും അങ്ങോട്ട് റെഡിയാക്കിയിട്ടോ. നല്ലോണം ഉള്ളി ഒന്ന് വഴറ്റിയിട്ടാണ് ആ കപ്പ എന്ത് ചെയ്താണ് അതിലേക്ക് വെള്ളം കളഞ്ഞിട്ട് ഇടുകയാണ് കേട്ടോ. ഏതായാലും ചട്നി ഉണ്ട്. ചട്നി ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മളിതിന് തേങ്ങയൊന്നും ചതച്ചിടണ്ടല്ലോ, വെറുതെ ഇങ്ങനെ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അതുമായി അതൊന്ന് നല്ലോണം എല്ലാ ഭാഗത്തും ആ വറവൊക്കെ എത്തിച്ച ശേഷം അതും അടച്ചു വെച്ചു. അത് കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ മിനിക്കുട്ടൻ എഴുതാൻ തുടങ്ങിയിട്ട് കുറച്ച് കളിയൊക്കെ ഉണ്ട് എങ്കിലും അവൻ കൃത്യമായിട്ട് നോട്ടൊക്കെ നല്ല കറക്റ്റായിട്ട് എഴുതും കേട്ടോ. ഒരു ടീച്ചേഴ്സിനൊക്കെ കുറച്ച് പേടിയാണ് നോട്ട് എഴുതിയില്ലെങ്കിലോ അതുകൊണ്ട് തന്നെ കളിച്ചാലും അവൻ കൃത്യമായിട്ട് എഴുത്തൊക്കെ കറക്റ്റ് നടത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വെള്ളയപ്പം ഉണ്ടാക്കാൻ വെച്ചു. വെള്ളയപ്പം ഒരുപാട് വെള്ളയപ്പൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, കുറച്ച് മാവേണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനിത് ഒരു 4-5 വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് അവിടെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. വെള്ളയപ്പം മോന് വേണ്ടി വരില്ല, മോൻ അത് കഴിച്ചുകൊണ്ട് അവന് വലിയ ഒരു വിശപ്പൊന്നും അവന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 5 എണ്ണം ഉണ്ടാക്കി കേട്ടോ. അത്ര തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കപ്പയുണ്ടല്ലോ, അതൊക്കെ മതിയോ, അതെന്നെ ബാക്കിയാവും എന്നറിയാം.
എങ്കിലും കൃത്യമായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളയപ്പം അവിടെ റെഡിയാക്കി, ഒരു 5 വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, കഴിക്കാൻ പോവാണ്. അപ്പം മോനേട്ടൻ എന്ത് ചെയ്യാനേ വൈകുന്നേരം വന്നപ്പോൾ ചായ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പം മോനേട്ടൻ പറഞ്ഞു പിന്നെ ഞാൻ വഴിക്ക് ഒരു ഗ്ലാസ് ചായ കഴിച്ചിട്ടുണ്ട് വരുമ്പം പുറമേന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചായ വേണ്ട പറഞ്ഞു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മോനേട്ടൻ്റെ നാമജപമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ ആയല്ലോ. അപ്പം പിന്നെ ഇപ്പോൾ 7 മണി 7:10 ആയിട്ടുള്ളൂ കേട്ടോ ടൈം. അപ്പോൾ മോനേട്ടൻ പറഞ്ഞു ഭക്ഷണം എടുത്തോ നമുക്ക് കഴിക്കുക എന്നാലെന്ന് പറഞ്ഞു. അങ്ങനെ കപ്പയും മോനേട്ടന് 2 വെള്ളയപ്പവും കപ്പയും. കപ്പ ഉണ്ടെങ്കിൽ മോനേട്ടന് വേറെ സാധനങ്ങളൊന്നും വേണ്ട, വെള്ളപ്പത്തിനോട് അത്ര ഒരു പ്രിയമില്ല. പിന്നെ ഞാൻ ചട്നി ആക്കിയിട്ട് മോനേട്ടന് കൊടുത്തു കേട്ടോ. അപ്പം മോനെ എഴുതി കൊടുക്കും. അപ്പം മോനോട് വേണമെന്ന് ചോദിച്ചപ്പോൾ മോന് അത്ര വിശപ്പില്ല, എന്നാലും ഒന്ന് തന്നേ പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഴിച്ചില്ലെങ്കിൽ ഇനി രാത്രി വിശന്നിട്ട് ഉരുണ്ട് കളിക്കും, പിന്നെ ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിക്കാൻ നിൽക്കും. അപ്പോൾ അതിനെക്കാട്ടും നല്ല ഞാൻ പറഞ്ഞു ഒന്ന് കഴിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റയൊന്ന് ഞാൻ അവനും കൊടുത്തു കേട്ടോ. ഞാൻ ചെറിയൊരു ഇതായിപ്പോയി എടുത്തത്, സ്പൂണായിപ്പോയി എടുത്തത്. അതുകൊണ്ട് ഇങ്ങനെ കുറേ പ്രാവശ്യം ചട്നി മുക്കി ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനും എടുത്തു കേട്ടോ. കുറച്ച് കപ്പ എടുത്തു, വെള്ളയപ്പം എടുത്തു, ചട്നി എടുത്തിട്ട് ഞാനും അവരെ കൂടെ പോയിരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ ഒന്നുണ്ടായിരുന്നത് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുത്തു കേട്ടോ ആ വെള്ളയപ്പം. അങ്ങനെ അത് എല്ലാം ഫിനിഷായിട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാ പാത്രമൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ ഒരു 7:30 ആയിട്ടേ ഉള്ളൂ, ഏകദേശം 7:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞല്ലോ, ഇങ്ങനെ നിൽക്കണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടില്ലേ, സമയം കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം 8 മണി ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ അടുക്കളയിലെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. അടുക്കളയൊക്കെ ഞാൻ ക്ലീനാക്കി, എല്ലാ പണിയും കഴിഞ്ഞു. അടുക്കളകളൊക്കെ വൃത്തിയാക്കി, ഇതൊക്കെ ബേസിനൊക്കെ കഴുകി, പാത്രമൊക്കെ കഴുകി, എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഇരിക്കുമോ, മോനെ പഠിപ്പിക്കുമോ, അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ. ഈ അടുക്കളയിൽ രാത്രി വരെ ഇങ്ങനെ നിൽക്കാറുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പിറ്റേന്നത്തേക്കുള്ള മമ്പയറും അവിടെ പുതിർത്ത് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് നടക്കട്ടെ എന്ന്, ഭക്ഷണം കഴിച്ച പാടി ഇരിക്കണ്ടല്ലോ. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്ത് കൂടിയൊക്കെ നടന്നു. അതിന് ശേഷം ഞാൻ അകത്തേക്ക് വന്നു കേട്ടോ. അകത്തേക്ക് വന്നപ്പോൾ വീൻകുട്ടൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ പഠിക്കാൻ തുടങ്ങി, ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ബുക്കൊക്കെ വായിച്ചിട്ട് സൈൻ ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ വായന തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുറച്ച് നേരം അവനോടൊപ്പം ഇരിക്കട്ടെ. അവൻ്റെ കയ്യിൽ നിന്ന് പന്ത് അവൻ താഴെ വെക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാ എപ്പോഴും ഉണ്ടാവും അവൻ്റെ കൂടെ ഒന്നിക്കാൻ ബാറ്റ് അല്ലെങ്കിൽ പന്ത്. അങ്ങനെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, ലൈക്കും ഷെയറും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.